കമ്മട്ടിപ്പാടം എന്ന രാജീവ് രവി ചിത്രത്തിലൂടെ അഭിനയ അരങ്ങേറ്റം നടത്തിയ താരമാണ് മോഡൽ കൂടിയായ ഷോൺ റോമി. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, ലൂസിഫർ, രജനി തുടങ്ങിയ ചിത്രങ്ങളിൽ താരം നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. മോഹൻലാൽ പൃഥ്വിരാജ് കോംബോയിൽ ഇറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിലെ ഷോൺ റോമിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ചെറുതാണെങ്കിലും ഹൃദയം സിനിമയിൽ പ്രണവിനൊപ്പം കണ്ട ഷോണിനെയും പ്രേക്ഷകർ മറക്കാനിടയില്ല. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ ഗ്ലാമർ ഹോട്ട് ഫോട്ടോഷൂട്ടുകളും ആരാധകർക്ക് ഏറെ ശ്രദ്ധിക്കുന്നതാണ്. അഭിനയത്തിനേക്കാളേറെ മോഡലിംഗിൽ ശ്രദ്ധിക്കുന്ന താരമാണ്. നിരവധി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട്. യാത്രാ ചിത്രങ്ങളും ബിക്കിനി ചിത്രങ്ങളും തനി നാടൻ ഹോട്ട് ഇമേജുകളുമൊക്കെ താരം അതിലൂടെ പങ്കിടാറുണ്ട്. ഇപ്പോഴിതാ തന്റെ രോഗാവസ്ഥയെക്കുറിച്ചും അതിജീവന യാത്രയെക്കുറിച്ചും പറയുകയാണ് ഷോൺ റോമി. ചർമ്മത്തെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ് താരത്തിന്റെ ജീവിതത്തെ തലകീഴായി മറിച്ചത്. എല്ലാ മാസവും ഓരോ 2 ആഴ്ച കൂടുമ്പോഴും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തിരുന്നുവെന്നും തലമുടി കൊഴിഞ്ഞു പോയെന്നും 2024 എന്നെ സംബന്ധിച്ച് വൈൽഡായിരുന്നുവെന്നും എന്നെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ ഗുരുതരമായിരുന്നുവെന്നും ഷോൺ റോമി കുറിക്കുന്നു. 2024 വന്യമായിരുന്നു. എൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ കൈവിട്ടുപോയി. എനിക്ക് ശരിക്കും വിട്ടയക്കുകയും ദൈവത്തെ അനുവദിക്കുകയും ചെയ്യണമായിരുന്നു. ഞാൻ എൻ്റെ ബെസ്റ്റിയുമായി വീണ്ടും ബന്ധപ്പെട്ടു. അവൾ ശരിക്കും സ്വർഗം അയച്ചു. അവളുടെ വാക്കുകൾ മുറുകെ പിടിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ഇതൊരു ഘട്ടം മാത്രമാണെന്ന് അവൾ പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുടിയെല്ലാം തിരികെ വരും. അങ്ങനെ സംഭവിച്ചു. 2 ആഴ്ച കൂടുമ്പോൾ 1 മാസവും പിന്നെ ആഗസ്റ്റ് മുതൽ ഇപ്പോൾ വരെ എല്ലാ മാസവും സ്റ്റിറോയിഡ് കുത്തിവയ്പ്പുകൾ എടുക്കുന്നത് ഞാൻ ഓർക്കുന്നു. ജോലി ചെയ്യാൻ എനിക്ക് ഭയമായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലും തീവ്രമായി ചെയ്താൽ എനിക്കുടൻ ആർത്തവം വരും. എനിക്ക് ശരിക്കും വേഗത കുറയ്ക്കേണ്ടി വന്നു. ചിലതെല്ലാം ഉപേക്ഷിച്ചപ്പോൾ ചിലതെല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് ഗോവയിലേക്ക് പോയി. ഗോവയിലേക്ക് മാറുന്നതും മന്ദഗതിയിലുള്ള ജീവിതം നയിക്കുന്നതും ഒരുപാട് സഹായിച്ചു. ഞാൻ ആരാണെന്നല്ല, ഞാൻ ആരായിരിക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നില്ല. ഇത് അങ്ങനെ യോജിച്ചപ്പോൾ രോഗശാന്തി സംഭവിച്ചു. 2024 പവിത്രവും ശക്തവും പരിവർത്തനവുമായിരുന്നു. അറിയാതെയും നിയന്ത്രണത്തിലാകാതെയും സുഖമായിരിക്കാൻ ഞാൻ പഠിച്ചു. ഈ കുറിപ്പിനോടൊപ്പമായിരുന്നു തന്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ചിത്രങ്ങളും ഷോൺ റോമി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. താരത്തിന്റെ അവസ്ഥ കണ്ട് എല്ലാം സുഖപ്പെടുമെന്ന് ആശ്വസിപ്പിക്കുന്നതിനൊപ്പം അമ്പരക്കുകയും ചെയ്യുന്നുണ്ട് കാഴ്ചക്കാർ. പലരും അത് കമന്റുകളിലും കുറിക്കുന്നുണ്ട്.